ഡെലിജേഴ്സ് നമുക്ക് ചുരിദാറിന് വരികയാണ്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ അടക്കം യൂസ് ചെയ്യാൻ നല്ല ഐറ്റം കേട്ടോ. സെമി ടസർ ഫാബ്രിക് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ വർക്കാണെങ്കിലും ഭയങ്കര ഫിനിഷിങ്. ഈ ഒരു റേഞ്ചിൽ നോക്കുന്നവർക്ക് നല്ലൊരു ഐറ്റം കേട്ടോ. നമുക്കൊരു സിൽക്കിന്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ എക്സ്ട്രാ നമുക്ക് ഒരു ഡബിൾ ഷെയ്ഡിലൊക്കെ പോയിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതൊരു പീച്ചിന്റെ ഷെയ്ഡാണ്. ഡാർക്ക് ബ്രിക്ക് ഷെയ്ഡിലുള്ള ഒരു യോക്ക് പോർഷനും അതിൻ്റെ അടുത്ത് കുഞ്ഞായിട്ട് ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രാൻഡ് ലുക്കുള്ള ആയിട്ട് 2000 റേഞ്ചിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ശരിക്കും നമുക്ക് ആ ടസർ ഫിനിഷ് തന്നെ നമുക്ക് കാഴ്ചയ്ക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും. പിന്നെ ബോട്ടം വരുന്നത് ടോപ്പിന്റെ ആ ഒരു സെയിം കളർ തന്നെയാണ്, സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയൽ. പിന്നെ നമ്പർ വരുന്നത് M394, റേറ്റ് 1960 ആണ്, 1960. രണ്ടാമത്തെ ഷെയ്ഡ് നല്ല കോമ്പിനേഷൻ ആട്ടോ. ഗ്രീൻ്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ട്. യോക്ക് പോർഷൻ നല്ല ഡാർക്ക്, നല്ലൊരു ഗ്രീൻ കളർ, ബാക്കി മൊത്തത്തിൽ ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡ് ആട്ടോ. ആ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ കൊടുത്തേക്കുന്നത് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടാണ്. ആ ഒരു ഫ്ലവേഴ്സ് കാണാൻ തന്നെ നല്ല കേട്ടോ. ശരിക്കും ഈ ഒരു റേറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല ഐറ്റം. ശരിക്കും ടസറിന്റെ ഒരു ഫിനിഷ് ഒക്കെ കിട്ടുന്നുണ്ട്. താഴെ ടാസിൽസൂടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ലെങ്തിയാണ്. ടോപ്പിനും നല്ല ലെങ്ത് ഉണ്ട്. യോക്ക് പോർഷനിലെ വർക്കും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ നല്ല രസമുള്ളൊരു വർക്ക്, നല്ല കട്ട് ബീഡ്സിന്റെ ഒക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ M395, റേറ്റ് സെയിം തന്നെയാണ് എടുത്തത്. കളേഴ്സിൽ അത്യാവശ്യം നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആട്ടോ. ഇതൊരു ബ്രൗൺ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ബ്രൗണിൻ്റെ ഒരു കോമ്പിനേഷൻ. പിന്നെ ദുപ്പട്ടയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു മെറ്റീരിയലിൻ്റെതായ എടുപ്പ് കൂടുതൽ എന്തായാലും ഉണ്ട്. സാറിന് വരുന്ന സെമി സിൽക്ക് പോലെയല്ല, ടസറിൻ്റെ ഒരു ഫിനിഷൊക്കെ ആയതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ വർക്ക് സെയിം തന്നെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു സ്മൂത്ത് ഫിനിഷാണ് മെറ്റീരിയലിന്. വാഷ് ചെയ്തതിന് കുഴപ്പമില്ല കേട്ടോ. ഷാമ്പു വാഷ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കി എടുത്താൽ മതി. മെറ്റീരിയൽ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും വരത്തില്ല. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട്. വർക്ക് മീൻസ് ആ പ്രിന്റ് തന്നെയാണ് വരുന്നത്. ബോട്ടം ടോപ്പിന്റെ ഈ ഒരു മെയിൻ കളർ തന്നെയാണ് ബോട്ടം വരുന്നത്. നമ്പർ M393, റേറ്റ് 1960. ലാസ്റ്റ് കളർ നമ്മുടെ അടിപൊളി ഒരു ഓനിയൻ പിങ്കിന്റെ കോമ്പിനേഷൻ ആണ്. നല്ല രസമായിട്ടോ ഈ ഷെയ്ഡ് കാണാനായിട്ട്. 4 ഷെയ്ഡ്സ് നല്ലതാണ്. 4 ഷെയ്ഡ്സ് അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അതും കോമ്പിനേഷൻ ആ സെൻട്രൽ ലൈറ്റ് കളറായിട്ടും ബോർഡറിൽ ഡാർക്കായിട്ടും കൊടുത്തിട്ടുണ്ട്. യോക്കും സെയിം തന്നെ രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു വർക്കും നല്ല ഫിനിഷിങ്ങിൽ തന്നെ പോയിട്ടുണ്ട്. കട്ട് ബീഡ്സ് ആട്ടോ. ഈ ബോർഡർ കംപ്ലീറ്റ് കട്ട് ബീഡ്സ്, അകത്തോട്ട് കട്ട് ബീഡ്സ് ഉണ്ട്, സീക്വൻസോടെ മിക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നേരിട്ട് കാണുമ്പോൾ ശരിക്കും എൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തയ്ച്ചിടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും. ബോട്ടം സെയിം കളർ തന്നെയാണ്. പിന്നെ നമ്പർ വരുന്നത് M392, റേറ്റ് 1960.